ഞങ്ങൾ ലാസ് വേഗാസിൽ ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഡേയിൽ നമ്മൾ ആക്ച്വലി ഇവിടെ സിറ്റി ബസ്സുകളുണ്ട്. സിറ്റി ബസ്സിൽ ആണ് നമ്മളിന്ന് യാത്ര ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി ഇവർക്ക് ഒരു മൊബൈൽ ആപ്പുണ്ട്. ഈ മൊബൈൽ ആപ്പിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എവിടെയൊക്കെയാണ് സ്റ്റോപ്പുകൾ, എപ്പോഴൊക്കെയാണ് ബസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിന് ബുക്ക് ചെയ്യുന്നതിനൊരു കോസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ഒരു എമൗണ്ട് ഉണ്ടാവും. രാവിലത്തെ എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും രാത്രിയിൽ. എനിക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരാൾക്ക് ഒരു $55 വരുന്ന രീതിയിലാണ് പെർ ഡേ. അപ്പോൾ ഈ ഡേയിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും. ഏത് ബസ്സിലും കയറാം, ഏത് സ്റ്റോപ്പിൽ നിന്നും കയറാം. ആ ഒരു രീതിയാണ്. ബസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മളൊരു ടെസ്ല കാറിൽ കയറാൻ പോകുമ്പോൾ ഊബർ ലാസ് വേഗാസ് നവാഡ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനകത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ് വേഗാസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഐക്കോണിക് ബോർഡിൻ്റെ മുന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഫോട്ടോ എടുക്കാനായിട്ടാണ് ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നത്. കംപ്ലീറ്റ് ആൾക്കാർ ക്യൂ നിന്ന് പതിയെ അവരുടെ ഒരു ചാൻസ് എത്താൻ നേരത്ത് മാത്രമാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. എഴുതി കാണില്ലേ, വെൽക്കം ടു ഫാബുലസ് ലാസ് വേഗാസ് നവാഡ എന്ന് എഴുതി കാണില്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബസ്. ഇതിനകത്തുണ്ട് ഡബിൾ ഡെക്കർ ബസ് പോലൊരു ഐറ്റമാണിത്, കണ്ടില്ലേ. ഓക്കെ, ഹൈലി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ ലാസ് വേഗാസിൽ വരുന്ന ആൾക്കാർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇവിടെയുള്ള റിസോർട്ട്സും കാസിനോസും ഓരോരോ തീമിലാണുള്ളത്. അങ്ങനെ ഈജിപ്റ്റ് തീമിലുള്ള റിസോർട്ടാണ് ദ ലക്ഷർ ഹോട്ടൽ ആൻഡ് കാസിനോ. യഥാർത്ഥ പിരമിഡിൻ്റെ 75% വലുപ്പമുള്ള 30 നിലകളുള്ള റിസോർട്ടാണ് ഈ കാണുന്നത്. പുറമേ നിന്ന് മാത്രമല്ല, റിസോർട്ടിൻ്റെ അകത്തളങ്ങളും പിരമിഡ് തീമിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ലാസ് വേഗാസ് സ്ട്രിപ്പ്. ഏകദേശം 4.2 മൈൽസ് ദൂരമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലുകളും റിസോർട്ട്സും കാസിനോസും ഉള്ളത് ഈ സ്ട്രിപ്പിൽ തന്നെയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 150 ഫീറ്റ് ഉയരമുള്ള പ്രതിമ ന്യൂയോർക്ക് ഹോട്ടൽ ആൻഡ് കാസിനോസിൻ്റെ മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെയും ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെയും ഒക്കെ റെപ്ലിക്ക ഇവിടെയുണ്ട്. ശരിക്കും ന്യൂയോർക്ക് സിറ്റിയെ ഓർമ്മപ്പെടുത്തും. ഒരു ബിഗ് റോളർ കോസ്റ്റർ കൂടി ഇവിടെയുണ്ട്. ഈ ബസ് ട്രിപ്പിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനായി ഒരു ഹെഡ്സെറ്റ് ഫ്രീ ആയി ലഭിക്കും. ഈ പോർട്ടലാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ കുറേ ഫീച്ചർ ബട്ടൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
മാത്രമല്ല വൈഫൈ, ചാർജിങ് ഔട്ട്ലെറ്റ്സ്, ഓൺബോർഡ് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ ഈ ബസ് റൈഡ് നമ്മളെ പ്ലസൻ്റ് ആൻഡ് എൻജോയബിൾ ആക്കി നിലനിർത്തും. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ശരിക്കും സ്ട്രിപ്പ് ലൈഫ് ആക്റ്റീവ് ആകുന്നത്. വലിയ നിയോൺ ലൈറ്റ്സുകളും ജൈജാൻറ്റിക് LED സ്ക്രീനുകളും ലോകത്തിൻ്റെ വിവിധ ആർക്കിടെക്ചർ സ്റ്റൈലുകളും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ തന്നെ ഇലക്ട്രിഫൈ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രിപ്പിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വെന്യൂസ് കാണാനായിട്ട് സാധിക്കും. വേൾഡ് ക്ലാസ് ഷോസ്, കൺസേർട്സ്, പെർഫോമൻസ് എല്ലാം ഉണ്ട്. സ്ട്രീറ്റിൻ്റെ വാക്ക് സൈഡിൽ ഒരുപാട് സ്ട്രീറ്റ് പെർഫോമേഴ്സിനെ കാണാൻ സാധിക്കും. ഞങ്ങൾ ശരിക്കും ഒരു ഡേ ബസ് ട്രിപ്പാണ് എടുത്തത്. പക്ഷേ ട്രാഫിക് ഉള്ളതുകൊണ്ട് നൈറ്റ് ലൈഫും ആസ്വദിക്കാൻ സാധിച്ചു. നമ്മൾ കാറിൽ വന്നാൽ പാർക്കിങ്, നാവിഗേഷൻസ് ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷേ ബസ് ട്രിപ്പ് ചൂസ് ചെയ്താൽ നമുക്ക് റിലാക്സ് ആയി ട്രിപ്പ് എൻജോയ് ചെയ്യാൻ സാധിക്കും. ശരിക്കും ഇവിടെ ഇപ്പോൾ ഒരു രാത്രി ഫീൽ ഉണ്ടെങ്കിലും ഇപ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു രാത്രിയുടെ അതേ ഫീല് തന്നെ ഉണ്ട്. പക്ഷെ നോർമലി ഇതുണ്ടല്ലേ 5 മണിയുടെ ഒരു വ്യൂ ആണിത്. 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഇരുട്ടായി കണ്ട. ലാസ് വേഗാസിൻ്റെ മറ്റൊരു ഐക്കോണിക് അട്രാക്ഷനാണ് ഈ ജൈജാൻറ്റിക് വീൽ. 28 ഗ്ലാസ് ക്യാബിൻസ് ഉണ്ട് ഇതിൽ. ഓരോന്നിലും 40 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. എന്നെപ്പോലെ നിങ്ങൾ വിചാരിക്കും ഇത് സ്പീഡിൽ കറങ്ങും എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഏകദേശം 30 മിനിറ്റ്സ് കൊണ്ടാണ് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത്. ഇതിൽ കയറിയാൽ 360 വ്യൂ ഉള്ള ലാസ് വേഗാസ് ട്രിപ്പിൻ്റെ ഒരു പനോരമിക് വ്യൂ കാണാൻ സാധിക്കും. ഓരോ ക്യാബിനിലും എയർ കണ്ടീഷനും ഓഡിയോ നരേഷൻസും എല്ലാം ഉണ്ട്. It's an amazing. Yeah. It's great, huh? Yeah, great. It's just the traffic is bad. Yeah. That's very bad. All right. So, all right, guys. You're welcome. So the day trip is done for the day, right? Yes. Okay. The day trip. അപ്പോൾ ഞങ്ങളൊരു കറക്ക കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എയർബിഎൻബിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വാസു ഉണ്ടാക്കി ബിരിയാണി കഴിക്കാൻ പോവാണ്. അവിടുന്ന് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് മര്യാദ? അവർ സൂപ്പർ. പുളിസാണ്.